ദാരിദ്ര്യവും സമ്പന്നതയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി നിലകൊള്ളുന്ന ഈ ലോകത്ത് നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നാം എല്ലാം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യത്വം എന്ന നൂലുകൊണ്ടാണ്. ആ നൂലിഴകളിലാണ് ജീവിതത്തിന്റെ ലിപി നാം നെയ്തെടുക്കുന്നത്. ക്ഷണികമായ സാമൂഹിക സാമ്പത്തിക കുമിളകൾക്കകത്ത് നാം അങ്ങനെ ജീവിക്കുകയാണ്. നമുക്കതീതമായി നമുക്കറിയാതെ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെയും കഥകളെയും കുറിച്ച് ബോധവാന്മാരാകാതെ ഈ കുമിളകളൊടഞ്ഞ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും സമ്പന്നൻ്റെയും ലോകങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഞങ്ങളിവിടെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എപ്പോഴാ വരിക? അറിയില്ല. അത്യാവശ്യമാണോ? അത്യാവശ്യം. ശരിയാന്ന് വിളിച്ചു നോക്കാം. ആരാണ് പറയുന്നത്? ചന്ദ്രൻ. അപ്പൊ ഓളട്ടാ, നമ്മള് പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം കാര്യം നടക്കണം. വോളേട്ടൻ വൈകുന്നേരം തമ്പി സാറിന് കാശ് കൊടുക്കുന്നു. തമ്പി സാറിന് പൈസ കൊടുക്കുന്നതോട് കൂടി വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം സെറ്റിലാവുന്നു. സമ്മതിച്ചല്ലോ? ഹലോ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. എന്താ വേണ്ടേ? ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാണ്? ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ആരാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, ശരി വെച്ചോ. ശരി, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ രഘു, നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങൾ സെറ്റിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാലോ? ശരി. അപ്പൊ പോളേട്ടാ, കാര്യങ്ങൾ പറഞ്ഞ ഉദ്ദേശം നടത്തണം. പോളേട്ട് വൈകിട്ട് ക്ലബിലേക്ക് വരുന്നു, 50 ലക്ഷം രൂപ തമ്പി സാർ കൊടുക്കുന്നു, അവിടെ കാര്യങ്ങൾ സെറ്റിൽ ആവും. ഇതാണ് നമ്മുടെ ഡീൽ. അഗ്രീഡ്? ശരി. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതിലൊരു മാറ്റമില്ല. ഞാൻ പറഞ്ഞ വാക്കാണ്. ശരി പോളേട്ടാ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. രഘുവിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? കാശ് തന്ന് സഹായിക്കണം. ഇവിടെ പൈസ കടം ചോദിച്ചു വരായിരുന്നു. പല പ്രാവശ്യം പറഞ്ഞില്ല തന്നോട്. അല്ല, മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇവിടെ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തമ്പി സാറേ, ഞാൻ സാറിനെ വിളിക്കാതിരിക്കുന്നു. സാറേ, ഞാൻ ആ പോളേട്ടെ കണ്ടത് എപ്പോഴും ഇറങ്ങിയുള്ളൂ. സാറേ, സാർ ടെൻഷൻ അടിക്കണ്ട. സാറേ, പോളേട്ട് ഒന്ന് വൈകിട്ട് 5:30 ക്ലബിൽ വരും. സാർ അങ്ങോട്ട് വാ. അവിടെ വെച്ച് പോളേട്ട് 50 ലക്ഷം രൂപ സാറ് കൈമാറും. സാറേ ആക്കില്ലേ? സാറേ, ഈ രഘുവൻ ഒരു കാര്യം ഏറ്റതാ. സാറിന് അറിയാലോ. സാർ ടെൻഷൻ എടുക്കണം. സാറ് ക്ലബിലേക്ക് പോയിട്ട് ഞാൻ വരാം. നമ്മൾ അവിടെ വെച്ച് കാര്യങ്ങൾ സെറ്റാക്കുന്നു. ഓക്കെ? ഓക്കെ, ശരി. വൈകിട്ട് കാണാം. ശരി സാർ. ഓക്കെ സാർ, കാണാം. താൻ പോയില്ലേ? അത്ര അത്യാവശ്യം കേട്ടാ. തന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പൈസ കടം ചോദിച്ചു വരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. അതുകൊണ്ടാ
എടോ മക്കളുണ്ടാക്കിയ പോലോ പോറ്റാൻ കഴിയണം, മനസ്സിലായോ? അല്ലാതെ പൈസയും ചോദിച്ചു ഓരോ വീട്ടിൽ കയറി നിറഞ്ഞല്ല. പോ പോ പോടോ പോ. ചന്ദ്ര ചന്ദ്ര അച്ഛൻ എന്ത് പണി അച്ഛൻ കാണിക്കുന്നത്? ഞാൻ ഒരു കണക്കിന് അവരെ പറഞ്ഞോട്ടെ. അച്ഛൻ പിന്നെ തിരിച്ചു വിളിക്കുക. അവൻ ആരാണെന്ന് അറിയാമോ? ആരായാലും എന്താ അച്ഛാ? എടാ, ഒരു ഗത്യന്തരവും ഇല്ലാതിരുന്ന കാലത്തെ കയറി കിടക്കാൻ ഒരു ഇടം തന്നവനാണ് എൻ്റെ അച്ഛൻ. ഇന്ന് നമ്മൾ കെട്ടിപ്പൊക്കിയ ഈ വീടുണ്ടല്ലോ, അത് അവന്റെ അച്ഛൻ സൗജന്യമായി തന്ന ഭൂമിയിലാണ്. മനസ്സിലായോ നിനക്ക്? ഓർമ്മ വേണോടാ, ഓർമ്മ. ചന്ദ്ര, ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കാര്യമാക്കണ്ട, ക്ഷമിച്ചോളൂ. മോളുടെ ചികിത്സയ്ക്ക് എന്താ വേണമെന്ന് ഞാൻ ചെയ്യാം. എന്ന് ചെയ്യും. ഹോസ്പിറ്റലിൽ ഞാൻ വരാം. ചെല്ല്. ഞാനല്ലേ പറയുന്നത്, ചെല്ല് ചെല്ല്.